ഹായ് ഫ്രണ്ട്സ്, JFCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറയുക, ഇളനീരിന് പുഡിംഗ് കേട്ടോ. അതിന് നമ്മൾ 2 ഇളനീര് നമ്മൾ തെങ്ങുമ്പോൾ കയറിയാണ്ട് നമ്മൾ സാഹസികമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് വെള്ളമൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, വേർതിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ പുഡിംഗ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കണ്ട, നമ്മളടുത്ത് തെങ്ങനെ കേട്ടോ, ഞാൻ ആരൻ്റെ തെങ്ങൊന്നുമല്ല. ഈ ഇയർച്ചേൻ്റെ കഴിഞ്ഞ് കമൻറ്റ് ബോക്സിൽ ആരൻ്റെ തേങ്ങ കെട്ടെടുത്തെന്ന് പറയണ്ട. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തുവാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇളനീര് പുഡിംഗ് ഉണ്ടാക്കി വെക്കാം. ചൈന ഗ്രാസ് ഒന്ന് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം കേട്ടോ. ചെറുതാക്കിയിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് വെള്ളത്തിലിട്ടാണ്ട് ഒന്ന് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക, നമുക്ക് നമ്മളെ ഇളനീരിൻ്റെ വെള്ളം ഒന്ന് മെൽറ്റാക്കി എടുക്കാം. 2 ഇളനീരായിട്ട് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വന്നോട്ടെ. നമുക്ക് എന്ത് ചെയ്യുക, പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓവർ ഇട്ട് കൊടുക്കണില്ല. എന്ത് ചെയ്യുക, ഒന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസും ഇതേ ഒരേ ടൈമിൽ ചൂടാക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം ഇതാ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ചൈന ഗ്രാസ് നമുക്ക് എന്ത് ചെയ്യുക, അതിക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. 2 ഒരേ ചൂടിലാവാം കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാം. നമ്മൾ ചൈന ഗ്രാസൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തിക്കോട്ടെ. ഇനി എന്ത് ചെയ്യുക, നമ്മളെ പുഡിംഗ് ട്രേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഗ്ലാസ് പോലുള്ള നമ്മളെ ഇളനീര് പുഡിങ്ങാണ്. നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു അരിപ്പ് വെച്ചാണ്ട് നമുക്ക് അരിച്ചാണ്ട് എന്ത് ചെയ്യുക, ട്രാക്ക് ഒന്ന് പാർന്ന് കൊടുക്കാം. ഓവർ ചൂടില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ചെറുതാക്കി അരിഞ്ഞിട്ട് ഇളനീരിൻ്റെ പീസാണ്. ഇതൊന്ന് തീക്ക് എന്ത് ചെയ്യുക, ഒരു ഡിസൈനിങ്ങിന് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ. വലുപ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്താലാണ് രസം കിട്ടുക. ഇനി എന്ത് ചെയ്യുക, ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ശേഷം കാണാം. അങ്ങനെ നമ്മളെ പുഡിംഗ് അവിടെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല കിടലൻ ആയിട്ടുണ്ട് കേട്ടോ. ഇളനീർ പുഡിംഗ് ഉണ്ടാക്കുക പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. നിങ്ങൾക്കൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയതാ നമുക്ക്. എല്ലാം ഒന്ന് അങ്ങനെ കഴിച്ചു നോക്കാം. അടിപൊളി കേട്ടോ. ആ ഇളനീർ വെള്ളത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെ. ഇതെല്ലാം ഒക്കെ ഒന്ന് കഴിച്ചോട്ടെ. കിടിലെന്ന് തന്നെ പറയാം. ഏതായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അധികം ടൈമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക്